السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله. أما بعد، قال رسول الله صلى الله عليه وسلم: إن الرجل ليعمل بعمل أهل الخير 70 سنة فإذا أوصى حاف في وصيته فيختم له بشر عمله فيدخل النار. وإن الرجل ليعمل بعمل أهل الشر 70 سنة فيعدل في وصيته فيختم له بخير عمله فيدخل الجنة. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വസിയത്തിൻ്റെ പ്രാധാന്യം, അതിൻ്റെ ഉപയോഗവും അതിൻ്റെ ദുരുപയോഗവും അതിൻ്റെ ഗൗരവവും ഈ ഹദീസിലൂടെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന റജുല ലയഅമലു ബിഅമലി അഹ്ലിൽ ഖൈരി 70 സനതൻ. ചില മനുഷ്യർ ഒരു 70 വർഷം സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കും. ഫഇദാ ഔസാ ഹാഫ ഫീ വസിയ്യതിഹി ഫയുഖ്തമു ലഹു ബിശരി അമലിഹി ഫയദ്ഖുലുൻ നാറ. അങ്ങനെ അവൻ അവസാനമെത്തുമ്പോൾ തൻ്റെ വസിയ്യത്തിൽ അവൻ അനീതി കാണിക്കും. പലരെയും തടയണമെന്ന ഉദ്ദേശത്തോടുകൂടി ദുരുദ്ദേശപരമായി തൻ്റെ കാലശേഷമുള്ള ആളുകൾക്കുള്ള വസിയ്യത്തിൽ അവൻ തിന്മ പ്രവർത്തിക്കും. ആ തിന്മ അവൻ്റെ അവസാനത്തേതാവുകയും അതവൻ നരകത്തിൽ കടക്കാൻ കാരണമാവുകയും ചെയ്യുന്നു. 70 വർഷത്തെ അവൻ്റെ കർമ്മങ്ങൾ നിഷ്ഫലമായി ഈ ഒരൊറ്റ തിന്മ കൊണ്ട് ആ നന്മകളെല്ലാം ഇല്ലാതെയാവുകയും അവൻ നരകാവകാശിയാവാൻ കാരണമാവുകയും ചെയ്യുന്നു. وإن الرجل ليعمل بعمل أهل الشر 70 سنة. ചില മനുഷ്യർ ഒരു 70 വർഷം അവൻ തിന്മയായിരിക്കും പ്രവർത്തിച്ചിരിക്കുക. എന്നാൽ ഫയാദിലു ഫീ വസിയ്യതിഹി, തൻ്റെ വസിയ്യത്തിൽ അവൻ നീതി കാണിക്കും. നന്മ ഉദ്ദേശിച്ചുകൊണ്ട് അവൻ നിഷ്പക്ഷമായി വസിയ്യത്ത് ചെയ്യും. ഫയുഖ്തമു ലഹു ബിഖൈരി അമലിഹി, അവൻ്റെ നല്ല വസിയ്യത്ത് അവൻ്റെ പ്രവർത്തനത്തിന് അവസാനത്തേതാകും. ഫയദ്ഖുലുൽ ജന്ന, ഒരൊറ്റ നന്മ കാരണം മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയും അവൻ സ്വർഗാവകാശിയായി മാറുകയും ചെയ്യും. അല്ലാഹു ജന്നമി.